വിത്തുകൾ പാകുന്നിടത്ത് മുളയ്ക്കത്തുമില്ല, വിത്ത് പാകാത്തടുത്ത് മറ്റുള്ളവരുടെ പെടലിക്ക് കയറി വളർന്നു നിൽക്കുന്ന ഇവർ എന്താ ചെയ്യേണ്ടത്? മറ്റൊരു ചെടിയുടെ നടുക്ക് കയറി ഇങ്ങനെ പൂ പോലെ നിന്നാൽ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. കള്ള ബെടുവുകൾ എന്തെങ്കിലും എണ്ണ എല്ലാത്തിനെയും പോക്കാം, എല്ലാത്തിനെയും ചുവട്ടിൽ മഴയാകുമ്പോൾ പിടിച്ചു കയറും. അസാധ്യ ആരോഗ്യമുണ്ട്. നമ്മൾ ചെടി നടുന്നതിനേക്കാളും നമ്മൾ വാങ്ങി നട്ടേക്കുന്ന ചെടിയേക്കാളും അടിപൊളി ഹെൽത്തി ആയിട്ട് എവറ്റുകളാണ് പിടിച്ച് കയറാറ്. ക്ലീൻ ചെയ്യുമ്പോഴാണ് നമ്മൾ കണ്ണിൽ പെടാത്ത പലരെയും കണ്ടുമുട്ടുന്നത്. ഇതിൻ്റെ ഒരു ബേബി പ്ലാന്റ് കിടക്കുന്നത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. കളമെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഞാനൊരു സ്പെഷ്യൽ ആളിനെ കാണിച്ചു തരാം കേട്ടോ. ഇവർ വളർന്നു നിന്നൊരു കള വലുതായിട്ടോ. ഞാനിതിപ്പോഴാണ് കണ്ടത്. നമ്മൾ രണ്ടാനയുടെ തൈയാണ് തോന്നുന്നു, വിത്ത് മുളച്ചതാണ് തോന്നുന്നു. ക്രിസ്മസ് കാറ്റേഴ്സിൻ്റെ ചട്ടിയിലാണ് അത് പിടിച്ച് കയറിയിരിക്കുന്നത്. ഇത് ഞാനൊരു റോക്ക് ബോൺസായി സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് പെബിള് വെച്ചിട്ടാണ് റോക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. വലിയ പാറയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഫ്രണ്ട് ഗാർഡനിൽ കിട്ടുന്ന ഒരു പെബിള് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിനൊരു 3-4 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഈ ഒരു റബ്ബർ പ്ലാന്റിന്. ഇത് കണ്ടോ, ക്യാമറയ്ക്ക് പോസ് ചെയ്ത് തരിക. കിളികളൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പേടിച്ച് നിൽക്കുകയാണ്. എൻ്റെ ഗാർഡനിലെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് കേട്ടോ ഇവർ. പുതുതായിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ആ നീല കളറിലും വെള്ള കളറിലൊക്കെ കാണുന്നത്. പുതിയ മുട്ടയിടാനായിട്ട് അമ്മ കിളികളൊക്കെ എപ്പോഴും കൂട്ടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഫേണിൻ്റെ വിശേഷം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കയറി കണ്ടു നോക്കണം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തേടി വന്ന 2 ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഇതായിരിക്കുന്നു, ചിറക് വീശി വീശി ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതാരുടെ ഇത് ക്യാമറയും കൊണ്ട് വന്നിരിക്കുന്നു. മനുഷ്യനെ ആസ്വദിച്ച് റംബൂട്ടാൻ കഴിക്കാൻ സമ്മതിക്കില്ല, തുഷ്ടത്തി. ഇതായിരിക്കും ആ ഈച്ചയുടെ മനസ്സിൽ. വിടമാട്ടെ, ഞാൻ ഇനിയും ഷൂട്ട് ചെയ്യും. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പൗഡർ പഫ്. എല്ലാവരും ചോദിച്ചില്ലേ മുട്ട എന്താണെന്ന്. ഇത് പിങ്ക് വെറൈറ്റി, ഇത് റെഡ് വെറൈറ്റി. ഇതിൻ്റെയും കട്ടിങ് വേണമെങ്കിൽ പറയണം കേട്ടോ.